നല്ല 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 സൂപ്പർ പടം. നല്ല പടം, സൂപ്പർ പൊളി. അടിപൊളിയായിരുന്നു, നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫ് വളരെ നല്ലതാണ്. സെക്കൻഡ് ഹാഫ് പൊളിച്ചു. ക്ലൈമാക്സ് എല്ലാം നല്ലതാണ്. എക്സ്ട്രാ ഓർഡിനറി ക്ലൈമാക്സ്, വാസിയുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. നല്ല പടം തന്നെ, ഗംഭീരം. സൂപ്പറാണ്, നല്ലൊരു ത്രില്ലിംഗ് പടം, ഒട്ടും ബോറടിയില്ല. നല്ല പടം, സൂപ്പർ. പിക്ചേഴ്സൊക്കെ സൂപ്പറായിരുന്നു, ഒന്നും പറയാല്ല. നല്ല നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന കുറേ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു പടം, സൂപ്പർ. നമ്മുടെ വാണി വിശാലിൻ്റെ പടം അടിപൊളി. അതിന് ഡയലോഗും തമിഴിലും മലയാളത്തിലും ഡയലോഗും അടിച്ച് പൊളിച്ച് പടം. തമാശ എന്ന് പറഞ്ഞാൽ തമാശയുണ്ട്, ഇടിയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവരും ഒന്ന് കാണാം, നന്നായി സന്തോഷമായി കാണാൻ പുറത്തുവരാണ്. മൊത്തം ചിരി മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഇടി മാത്രം. അടിപൊളി പടം. കേട്ടില്ല. അടിപൊളിയാ. പക്ക അടിപൊളിയാ. ശ്രീനിവാസന് അടിപൊളി പടം. എല്ലാ ആക്ടിങ് അടിപൊളിയാണ്. അടിപൊളി മച്ചാണ്. ഇത് നമ്മൾ വിചാരിക്കുന്നതല്ല. ബാസി അടിപൊളിയുണ്ട്, ലാൽ സാർ അടിപൊളിയുണ്ട്. നമ്മൾ വിചാരിക്കണതല്ല, അത് കാണണം. ഓക്കെ, താങ്ക് യു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല റെസ്പോൺസ് ഉണ്ട് തിയേറ്ററിൽ. ഒരു ത്രില്ലർ പടമാണല്ലോ, അപ്പോൾ ത്രില്ലർ പടം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഒരു? അതെ, നല്ല റെസ്പോൺസ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷ എല്ലാ സ്ഥലത്തും ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട്. നല്ല ബഹളവും ഒച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ട്വിസ്റ്റും ഇതൊക്കെ ഉണ്ട്. മലയാളത്തിൽ ഫസ്റ്റ് മൂവി അല്ലേ? സെക്കൻഡ് ആണ്, നിത്യഹരിത നായകൻ ചെയ്തത്. അപ്പോൾ ഇതൊരു കുറച്ച് ത്രില്ലർ മൂഡിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? നല്ല സിനിമയാണ്. സോ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട്. സോ ഫൈനലി ഇനി ഓഡിയൻസ് എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടിട്ട് എൻജോയ് ചെയ്യും. ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഒരു വൈബ് വേറെ തന്നെ ഒരു ത്രില്ലായിരുന്നു. പഞ്ച് ഡയലോഗ്സിലും ഫൈറ്റും എല്ലാം കൊണ്ടും കംപ്ലീറ്റ്ലി ഇറ്റ് വാസ് വെരി ത്രില്ലിങ്. ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. എല്ലാവരും ഫാമിലിയോടുകൂടി കാണാൻ പറ്റിയ ഒരു നല്ല എൻ്റർടൈനറാണ്. താങ്ക് യു. ഇല്ല മോനെ, ഡബ് ചെയ്തിട്ടില്ല. ഞാൻ മോള് അഭിനയിച്ചതുകൊണ്ട് കാണാൻ വന്നതാണ്. ടൂറിസ്റ്റ് ഫാമിലി കണ്ടോ? താങ്ക് യു. ഈ പടം അടിപൊളി, ഭയങ്കര. ഞാൻ പ്രീമിയറിൽ കണ്ടതിനേക്കാളും ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ഇതിൻ്റെ വൈബ് വേറെ തന്നെ ഒരു ലെവലായിരുന്നു. അതിൻ്റെ പഞ്ച് ഡയലോഗ്സും ഫൈറ്റും ത്രില്ലിങ്ങും എല്ലാം വളരെ രസമായിരുന്നു. നല്ല എൻ്റർടൈനറായിരുന്നു. ഒരുപാട്, അതായത് വളരെ നാച്ചുറൽ ആക്ടറാണല്ലോ ബാസി. അത് വളരെ സട്ടിലായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് ബാസി അഭിനയിച്ചിട്ടുള്ള ആ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നീട് ആ ഒരു ഹീറോയിസം സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു മൊമെൻ്റാണ്. അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സസ്പെൻസ് ഞാനായിട്ട് ബ്രേക്ക് ചെയ്തല്ലോ, അതുകൊണ്ട് എല്ലാവരും പടം കാണുക. നല്ല പടമാണ്. ആളുകൾക്ക് ഇമോഷണലി കണക്ട് ആവുന്ന പടമാണ്. നല്ല പടം, നല്ല സൂപ്പർ പടം, നല്ല കുടുംബത്തിന് കാണാൻ പറ്റിയ പടം. കിടിലം മൂവിയാണ്. വാണി വിശ്വനാഥ് അടിച്ച് തകർത്താടിയിട്ടുണ്ട്. ശ്രീനാഥ വാസി അതെ, കിടിലൻ ഡയറക്ഷൻ, സ്റ്റോറി രക്ഷയില്ല, സൂപ്പർ ക്ലൈമാക്സ്. ആരും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആണ്. കിടിലൻ സാധനമാണ്, എല്ലാവരും കാണാൻ മസ്റ്റ് വാച്ചബിൾ ആണ്. ശ്രീനാഥ് വാസിക്ക് ഇപ്പോൾ വേണ്ടൊരു സാധനമാണ്. നൈസ് പടം, വേറെ രക്ഷയില്ല, അടിപൊളി നൈസ് മൂവിയാണ്. എല്ലാവരും വന്ന് ഈ പടം കാണണം. ശ്രീനാഥ് വാസിയും ലാലും പൊളിച്ച് നൈസ് പടം. എല്ലാവരും വന്ന് ഈ പടം കാണട്ടെ, തീർച്ചയായിട്ടും കാണട്ടെ. പടം കത്തോട്ടോ നിൽക്കാറും ഒന്ന് കത്തണമല്ലോ, നമ്മുടെ ബാസി മച്ചാൻ്റെ പടമാണ്. അപ്പം എല്ലാവരും വന്ന് ഈ പടം കാണണം. മാസ് പടം കേട്ടോ. ഓക്കെ, പടം മാസാന്ന പടം, അന്യായ മാസ് പടം. ശ്രീനാഥ് വാസി പൊളിച്ച് തകർത്ത്. ആക്റ്റീവ്സ് എല്ലാം ഉണ്ട്. നൈസ് പടം, നല്ല നല്ലൊരു മൂവി പടമാണ്, അടിപൊളിയാണ്. ആ മൂഡ് കാണാൻ പറ്റിയൊരു പടമാണ്. നൈസ് പടം കേട്ടോ, വേറെ ലെവല് പടം, നൈസാണ്. കഥയും നല്ല അടിപൊളി, എല്ലാവരും ഇതിൽ അഭിനയിച്ച് നൈസ് മൂഡ് പടം. ശ്രീനാഥ് വാസി പൊളിച്ച് അടക്കിയതില് നൈസാണ്, വേറെ ലെവല് പടം കേട്ടോ. ഞാൻ 3 പ്രാവശ്യം വന്ന് കാണാൻ നിൽക്കാറ്. വാസി നമ്മുടെ ചങ്കും കൂടി എല്ലാവരും വന്ന് കാണട്ടെ ഈ പടം, നൈസ് പടം. ഓക്കെ, ഇത് കാണുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം പക്ഷേ വിചാരിച്ച സ്ഥലത്തൊക്കെ ആൾക്കാരുടെ
അവിടെ കയ്യടിയെല്ലാം കിട്ടുമ്പോൾ അത് ഞങ്ങളെപ്പോലുള്ള തുടക്കക്കാർക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. അത് തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടെ ഒരു റെസ്പോൺസ് തിയേറ്ററിനകത്ത് കിട്ടുമ്പോൾ തന്നെ തുടക്കക്കാരൻ നിലയിൽ, ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. തീർച്ചയായിട്ടും എന്താ പറയുക, എനിക്ക് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ കഷ്ടപ്പാടാണ്. എല്ലാ സിനിമയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും, അത് ഈ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ബാസി ആയിക്കോട്ടെ, ലാൽ സാർ ആയിക്കോട്ടെ, രവീണ ആയിക്കോട്ടെ, വാണി ചേച്ചി ആയിക്കോട്ടെ, എല്ലാവരും, അഭിചേട്ടനടക്കം എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് റിപ്പോർട്ടുകൾ പ്രിവ്യൂ നടത്തിയപ്പോഴും നല്ല റിപ്പോർട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ റിവ്യൂ ഇപ്പം പറയുന്നുണ്ട്. കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. അതിപ്പം ഫസ്റ്റ് അത് എങ്ങനെയാണ്. ഇപ്പോൾ എല്ലാവരും കാണണം തിയേറ്ററിൽ. നിങ്ങളുടെയും കൂടി സപ്പോർട്ട് മാക്സിമം ഉണ്ടാകണം. ആദ്യ സിനിമയാണ്, പ്രതീക്ഷിക്കുന്നു. വെറുതെ ഒരു ഇതായിട്ട് മാത്രം കളയരുത്.